ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിങ്ങനെ എല്ലാ മാസങ്ങളിലും ഓരോ Q&As ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഇച്ചിരി ഓട്ടോ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഐ തോട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ Q&A ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ക്വസ്റ്റൻസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് എനിക്കെല്ലാം ഒരുവിധപ്പെട്ട എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യെസ്, ലെറ്റ് സ്റ്റാർട്ട് ഡയറക്ട്ലി. കൂടുതൽ കഥകളില്ലാതെ നമുക്ക് നേരിട്ട് നമ്മുടെ Q&Aയിലേക്ക് കിടക്കാം. ആൻഡ് ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എല്ലാവരുടെയും കമൻസ് വായിക്കുന്നതും എനിക്ക് പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു തിരക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് പറ്റാണ്ടാവുക. ആൻഡ് ഐ ഫീൽ വെരി 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 ഗ്ലാഡ് ദറ്റ് യു ഓൾ കുറേ ജെന്യുവനായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഞാൻ പയ്യെ ഈ ചാനൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാം. എനിക്ക് എന്ന് വെച്ചാൽ നമ്മളതൊരു പ്രോപ്പറായിട്ട് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിലാണ് റെഗുലറായിട്ട് കോണ്ടന്റ് ഒക്കെ ചെയ്യാൻ പറ്റുക. അതെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതുമായിട്ട് സെറ്റ് ആവുന്നില്ല. ഇനിയും എനിക്ക് തോന്നുന്നു പയ്യെ പയ്യെ ചെയ്ത് ഞാനൊരു ട്രാക്കിലേക്ക് എത്തിയിട്ട് റെഗുലറായിട്ട് ചെയ്യാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് പുതിയതെന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഇത് കേൾക്കാൻ തന്നെ. ആൻഡ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു എന്താ വീഡിയോ ചെയ്യാൻ. അപ്പം നമുക്ക് കൂടുതൽ ഇതില്ലാതെ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ Q&A. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ 6 ദിവസം മുമ്പായിരുന്നു പോസ്റ്റ് ചെയ്തത്. അപ്പം അന്ന് അമൃത പ്രമോദ് എന്ന് പറയുന്ന കുട്ടിയായിരിക്കും നമുക്ക് തന്നെ ചേച്ചിനെ വിളിച്ചത്. അപ്പോൾ ചേച്ചി, ഐ റിയലി വോണ്ട് കം ടു ഉട്ടോപ്പിയ, ഗിവ് മീ എ ലിസ്റ്റ് ഓഫ് മസ്റ്റ് ഹാവ്സ് വിച്ച് ഐ ഷുഡ് ഓർഡർ ഫ്രോം ദെയർ. ഏത് ടൈമിൽ വന്നാലായിരിക്കും നല്ലത്? ഉട്ടോപ്പിയ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത സ്ട്രഗിൾസിനെ കുറിച്ച് പറയാമോ? എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ട്. ഹൗ ഷുഡ് ഐ ഗിവ് ഇറ്റ് എ സ്റ്റാർട്ട്? അതും ഒന്ന് പറയാമോ? വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ചേച്ചി. ഞങ്ങൾ ഫാമിലി ആയിട്ട് വ്ളോഗ്സ് കാണാറുണ്ട്. ഉട്ടോപ്പിയിൽ വന്ന് ചേച്ചിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഭയങ്കര ഉട്ടോപ്യൻ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അമൃത. വീട്ടിലുള്ള എല്ലാവർക്കും താങ്ക് യു പറയണം. അമൃത എന്നുള്ള പേര് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. ബിക്കോസ് ഒന്ന് എൻ്റെ ചേച്ചി, പിന്നെ ഞാൻ പഠിച്ചതൊക്കെ അമൃതയിലാണ്. അങ്ങനെ കുറേ അമൃത എന്നുള്ള പേര് തന്നെ ഇറ്റ്സ് ലൈക്ക് ക്ലോസ് ടു മൈ ഹാർട്ട്. സോ അബൌട്ട് ഉട്ടോപ്പിയയുടെ വേറൊരു കാര്യം പറയാം. ഉട്ടോപ്പിയയുടെ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള വഴി വലിയ പറമ്പൽ റോഡ് എന്ന് പറയുന്ന വഴിയാണ്. അവിടെ ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അവിടെ മറ്റേ എന്തായാലും പറയണേ, ഇന്റർലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ച് ദൂരത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ അത്ര വലിയൊരു മെയിൻ റോഡല്ല. നമ്മുടെ ഒരു കോൺസെപ്റ്റ് തന്നെ ഈ ഗോവയിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തപ്പി ഒരു സ്ഥലത്തേക്കൊക്കെ പോയില്ല. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് തന്നെ. ആൻഡ് നമ്മുടെ വഴിയിൽ ഓൾറെഡി വരുന്നതിൻ്റെ ഇടയിൽ പണിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം ഗസ്റ്റിനൊക്കെ അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന വീക്കിൽ, കറക്റ്റ് അത് എന്നാന്ന് പറയാൻ പറ്റില്ല, ഈ വരുന്ന ആഴ്ച തന്നെ നമ്മൾ റീഓപ്പൺ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് ഏത് സമയത്ത് വന്നാലും ഇവിടെ വാംലി വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഉട്ടോപ്പിയയുടെ മെനു ഒക്കെ ഒന്ന് മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പുതിയ ഡിഷസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാം ഇതിന് എന്തൊക്കെ ഇനി മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. എനിക്ക് എപ്പോഴും സീ ഫുഡാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതായിട്ടാണ് കിട്ടാറ്. എപ്പോഴും എല്ലാ ദിവസവും സീ ഫുഡ് പർച്ചേസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടം നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് തന്നെയാണ്. തടിയൻ ഷെഫിൻ്റെ കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ്സ്. നമ്മുടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റർ ഉണ്ട്. അതൊരെണ്ണം ഓർഡർ ചെയ്താൽ തന്നെ പല ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റും. അപ്പം അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. പിന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പറയാം. എല്ലാ വട്ടവും ഞാൻ അവിടെ ഉണ്ടാവാറില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എനിക്ക് അവിടെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ബട്ട് വരുന്നുണ്ട്, എന്നെ കാണണം എന്നൊക്കെയുള്ള സീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയുടെ ഒരു നമ്പർ ഉണ്ട്. അത് ഗൂഗിളിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവാറുണ്ടെന്നല്ല ഉണ്ട്. അപ്പോൾ അതിനകത്ത് വിളിച്ചിട്ട് ഞാൻ ഉള്ള ദിവസമാണോ നോക്കിയിട്ടൊന്ന് വന്നേച്ചാൽ മതി. അല്ലെങ്കിൽ ആ നമ്പർ വാട്സാപ്പിൽ ഒന്ന് പിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച്. വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം, എൻ്റെ അന്വേഷണങ്ങൾ പറയണം. ആക്ച്വലി എൻറ്റയർ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ അമൃത ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ അതിനകത്ത് വീഡിയോയിൽ ഉത്തരം പറഞ്ഞില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ആഡ് ചെയ്ത് കേട്ടാണ്. സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം, എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ച് നമ്മളുമായി നല്ല കണക്റ്റ് ഉള്ള രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഐഡിയലി എപ്പോഴും നമ്മൾ ചെയ്യാൻ ഇതുണ്ട്. ഇപ്പോൾ എൻ്റെ കേസ് എന്ന് വെച്ചാൽ ഫുഡ് ഞങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ കുക്ക് ചെയ്യും, എൻ്റെ അമ്മ കുക്ക് ചെയ്യും, എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളായിരുന്നു. അവർക്ക് പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഭക്ഷണം എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. ആൻഡ് എനിക്ക് അതിനോട് ഭയങ്കര പാഷനുണ്ട്. അതിനകത്ത് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും, ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റിലുള്ള കാര്യങ്ങൾ പഠിക്കുക, എന്ത് ടൈപ്പ് കടയാണെങ്കിലും അത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, ലൈക്ക് ഫിസിക്കലി നമ്മുടെ സ്റ്റോർ ആണെങ്കിലും ഒരു ഹോട്ടലാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് മുതൽ സ്റ്റാഫിങ്, കോസ്റ്റ്, എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരുപാടിരുന്ന് വർക്ക് ചെയ്ത്, ഇപ്പം നമുക്കതിനുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ കാണാം, ഒരുപാട് പേരെ കണ്ട് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി എന്നിട്ട് മാത്രം അതിലേക്ക് ചാടുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരുപാട് സ്കീമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ഹെൽപ്സിനാണെങ്കിലും ഒക്കെ ആയിട്ട്. അപ്പം
വളരെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്ന ന്യൂസുകളായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എൻറ്റിറ്റിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റേഷൻ പാർട്ട് എപ്പോഴും തറവായിട്ട് ശരിയാക്കി വെക്കുക. കാരണം നാളെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യരുത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് നമ്മളെ പാർട്ട്ണർ ചെയ്യാനൊക്കെ നമ്മൾ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള കാര്യങ്ങൾ ഡീലും അവരായിട്ടുള്ളതൊക്കെ പ്രോപ്പറായിട്ട് പേപ്പറിൽ റൈറ്റ് ഡൗൺ ചെയ്ത് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് പൈസ ഇൻവോൾവ് ആകുമ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒരുപാട് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ബിസിനസ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഓൺട്രപ്രണർ ഒന്നല്ല, പക്ഷെ ഇവിടെ വരെ എത്തിയതിൽ എനിക്ക് ഒരുപാട് പേരുടെ സഹായമുണ്ട്. അത് മെന്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു വിജയമോ അല്ലെങ്കിൽ ഒരു നേട്ടമോ അല്ല ഇത്. എനിക്ക് പ്രോപ്പറായിട്ട് എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഓരോ സ്റ്റേജസിലും എനിക്ക് അറിയില്ല എന്ന് തോന്നുന്ന സാധനത്തിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് അതിനെപ്പറ്റി അറിയുന്ന 3 ആൾക്കാരുടെയെങ്കിലും ഒപ്പീനിയൻസ് എടുത്തിട്ട് മാത്രം ഓരോരോ ഇത് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നതിനെ പറ്റിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ബട്ട് ഒരു സിമ്പിളായിട്ടൊരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ എന്ത് പ്രോജക്റ്റാണോ ചെയ്യുന്നത് ആ പ്രോജക്റ്റുമായിട്ട് നമുക്ക് എല്ലാ രീതിയിലും നല്ലൊരു ബന്ധം വേണം. എന്നാലാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു ബിസിനസ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് എന്താ പറയുക, സെറ്റ് ബാക്സ് വരും. പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ടൊരു ബിസിനസ്, അത് ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും കൊണ്ട് നടക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും, അത് എന്ത് ബിസിനസ് ആണെങ്കിലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്നത് അതിനെപ്പറ്റി നല്ല അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും സൂക്ഷിച്ചും ചിന്തിച്ചും ഒരുപാട് ഒപ്പീനിയൻസ് എടുത്തും മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ഒരു ലേണിംഗ് മെൻറ്റാലിറ്റിയോട് കൂടെ ഇരിക്കുക. അതൊരു വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മൾ പറയുന്നതിനകത്ത് ശരിയുണ്ടാവും, പക്ഷെ അതിനേക്കാളും ശരിയായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്കത് ആ സമയത്ത് അത് പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് ദഹിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2-3 ഡിഫറെൻറ്റ് ആൾക്കാരുടെ അടുത്ത് എപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ടൊരു ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഇനി കമ്മിങ് ബാക്ക് നിങ്ങൾ ബാക്കി Q&Aയിലേക്ക് തിരിച്ചു വന്നു. ഞാനിത് വീഡിയോ ഫുൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്തപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഓക്കെ അമൃത, താങ്ക് യു. ഓക്കെ, അപ്പോൾ അമൃത പ്രമോദിൻ്റെ അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അടുത്ത വട്ടം 2ാമത്തെ Q&A ഇതാണ് കേട്ടോ. MNAXE ഷോർട്സ് മനസ്സെന്നാന്ന് തോന്നുന്നു പേര്. ഒരു ഹാർട്ടും ഒരു ഇതും ആരോ പരിപാടി ഇട്ടുണ്ട്, എനിക്കത് അത് മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ തിരിച്ചും ഹാർട്ട്. അശ്വതി AJ ഊട്ടോപ്യ കഫേ ഇൻസൈഡ് ടൂർ, അത് എന്തായാലും ചെയ്യാം. കിച്ചണും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വെരി റീസെൻ്റ്ലി ഞാൻ ചെയ്യാം. പിന്നെ ഹരിത് അഘോരി, വൈ ഡിഡ് യു ചേഞ്ച് യുവർ ഹെയർ കളർ ചേച്ചി? ബിഗ് ബോസ് ടൈമിലുള്ള കളർ സൂപ്പർ ആയിരുന്നു, സ്റ്റണ്ണിങ് ആയിരുന്നു. ദാറ്റ് സ്യൂട്ട്സ് യു വെൽ ആൻഡ് ലുക്സ് ലൈക്ക് എ ഹിപ്പി ബോഹോ ഗേൾ. എന്താണെന്നറിയോ, എൻ്റെ മുടിയിൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഒരു 18 വയസ്സ് മുതൽ ദൈവം സഹായിച്ച് എനിക്ക് മുടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ മുടിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. അതും ഇതും ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 years ബാക്ക് ഐ തിങ്ക് ഐ ഡിഡ് എ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. ആ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതോടുകൂടെ എൻ്റെ മുടിയുടെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എനിക്കുണ്ടായിരുന്ന ആ ഒരു ഹെൽത്ത് പോയി എന്നാണ് എനിക്ക് തോന്നണേ. എന്ന് വെച്ചാൽ പിന്നെ വരുന്ന എൻ്റെ ഭയങ്കര ചുരുണ്ട മുടിയാണ്, ഭയങ്കര ഇങ്ങനെയുള്ള മുടിയാണ്. അപ്പോൾ അത് പിന്നെ കെരാറ്റിന് ശേഷം പിന്നെ മുടി വന്നുകൊണ്ടിരുന്നതൊക്കെ വേറൊരു ഷേപ്പിലൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ ഒന്നും ഇഷ്ടപ്പെടാണ്ടായി. പിന്നെ കളേഴ്സ് കുറേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മുടി പയ്യെ ഡ്രൈ ആവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ചെറിയല്ല ഇച്ചിരി വരും ഒരു വർഷത്തേക്കൊക്കെ ബ്ലാക്ക് ആക്കും, പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അടുപ്പിച്ച് കുറേ കാലം ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. തല റെയിൻബോ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിനകത്ത് ഉള്ളപ്പോഴോ റെയിൻബോ കളർ എങ്ങാണ്ടായിരുന്നു തലയിലുള്ളത്. അതിൻ്റെയാണ് ബോഹോ ലുക്കൊക്കെ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാലേ മുടി ഭയങ്കര ഡ്രൈ ആകും, ഭയങ്കര ഡാമേജ്ഡ് ആകും. അപ്പോൾ കുറേ ഡാമേജ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് നല്ലോട്ടിയാവാം. അപ്പോൾ ഇപ്പം ആ ഒരു നല്ലോട്ടിയാവുന്ന ഒരു സമയത്താണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ 2 സ്ഥലത്തും റെഡ് കളർ ഇട്ടിട്ട് അത് കളർ മാറി വൈറ്റ് ആയി ഗോൾഡൻ ആയി. അപ്പം ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഗോൾഡൻ ആയിട്ടുള്ള സമയത്തായിരിക്കും ഇത് റെഡ് മാറിയതാണെന്ന് എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യ. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ഈ പറഞ്ഞ ബോഹോ ഗേൾ അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടായാൽ മതി എന്നാ തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കൊരു പാവം ലുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും.
നമ്മുടെ ഒരു ലുക്ക് ഇൻ വൈബൊക്കെ കുറച്ചുകൂടെ പാവമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഹെയർ കളർ, സ്ലീവ്ലെസ് ഒക്കെ ഇടുക, ഇച്ചിരി ബോൾഡായിട്ട് സീരിയസ് ആയിട്ട് നിൽക്കുക, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ട പോലെ സംസാരിക്കുക. ഇതൊക്കെയാണ് നമ്മളൊരു അഹങ്കാരി അല്ലെങ്കിൽ ഇതൊക്കെ ആക്കി മാറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഈ കളറും കൂടെ ചെയ്ത്, ഓൾറെഡി എനിക്ക് ആ ഒരു ലുക്ക് ഉണ്ട്, അപ്പോൾ കളറും കൂടെ ചെയ്ത് അത് വെറുതെ എടുക്കണ്ടല്ലോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്ന സമയത്തും കൂടാണ് ഞാനിങ്ങനെ ബ്ലാക്ക് ആക്കാറ്. ബ്ലാക്ക് ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല കുട്ടി, കളർഡ് ഹെയർ ആണെങ്കിൽ ചെയ്ത കുട്ടി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതല്ല റീസൺ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ മുടി ഡാമേജ്ഡ്. ഇത് ഞാൻ പെട്ടെന്ന് ഈ ടോപ്പിക്ക് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തൊരു കാര്യമാണ്. ബട്ട് അതുള്ള കാര്യം തന്നെയാണ്, അത് ആരെ കല്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് വൈ ഐ ഡിഡ് ഇസ് ബിക്കോസ് എനിക്ക് ഡാമേജ് ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർഷത്തേക്ക് ലോങ് ബ്രേക്ക് എടുക്കും മുടിയുടെ കേസിൽ. ആൻഡ് ദെൻ പിന്നെ നമുക്ക് കളർ തിരിച്ചു പിടിക്കാം. അടുത്തത് ഫസീല കേക്ക്. മാരേജ് കഴിക്കുന്നില്ല, എല്ലാവരും ഒരേപോലെ ആവില്ല, നല്ലവരുമുണ്ട്. മാരേജ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മാരേജ് എന്ന് പറയുന്നത് ഞാൻ വളരെ ഓണസ്റ്റ്ലി പറയാം, ഞാൻ ഭയങ്കര ചെറുതായിരുന്ന സമയത്ത്, ലെറ്റ്സ് സേ ഒരു ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴല്ല, എനിക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് കല്യാണം എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികൾക്ക് ഇപ്പോൾ സാരി കൊടുത്ത് നോക്കുന്ന ഒരു ഏജ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ ചേച്ചിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കണ്ടോടെ തന്നെ എനിക്ക് കല്യാണം എന്ന് പറയുന്നത് പേടിയായി. പിന്നെ എനിക്കും പേഴ്സണലി ഉണ്ടായിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് വളരെ, മാരേജിലല്ല, എനിക്ക് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്നെ തന്നെ റീഡിഫൈൻ ചെയ്ത് പോയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് വളരെ വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവർ ആവാൻ ഇനിയും ടൈം വേണം. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊരു എന്താ പറയുക, കരിയർ ആണെങ്കിലും നിങ്ങളുടെ ഫിനാൻസസ് ആണെങ്കിലും ഇതിനകത്തൊക്കെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞിട്ട് ആ ഒരു ഡിസിഷനിലേക്ക് എത്തുക. എനിക്ക് ചെറുതിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ മൈൻഡിൽ ഞാനൊരു 22-23 വയസ്സ് കല്യാണം കഴിക്കുന്നതായിരുന്നു. പക്ഷേ നൗ ഐ എം 28 ആൻഡ് ഐ എം നോട്ട് മാരീഡ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസസ് കേൾക്കുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി ആവുന്നതിന് മുമ്പ് ലൈഫ് സെറ്റിൽ ചെയ്യുക, ലൈഫ് സോർട്ട് ചെയ്യുക. നാളെ ആ ഒരു മാരേജ് ബ്രേക്ക് ആയാൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ബോൾഡ്നെസ്സിലേക്ക് എത്തി, ആ ഒരു മെച്യൂരിറ്റിയിലേക്കൊക്കെ എത്തിയിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ലൈഫിന്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫിനെ തന്നെ തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഭാഗ്യത്തിന് എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛനും അമ്മയും അവർ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. അവരുടെ മാരേജ് വഴക്കൊക്കെ ഉണ്ടാവുമായിരുന്നു, അത് ഒബ്വിയസ്ലി എല്ലായിടത്തും നിന്ന്. പക്ഷെ അതിൻ്റെ മേളിക്കൂടുള്ള അവരുടെ സ്നേഹം, ആ സ്നേഹം എനിക്ക് പഴയ ജനറേഷനിലെ ആൾക്കാരുടെ സ്നേഹത്തിലാണ് കൂടുതലും കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം ഉള്ള റിലേഷൻഷിപ്സിനകത്തൊക്കെ എനിക്ക് ഭയങ്കര, ഇപ്പം പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, ചേച്ചിയുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അത് മാറ്റി വെച്ചാലും എനിക്ക് നേരിട്ട് കാണുമ്പം എനിക്ക് ഒന്നിനൊരു ഡെപ്ത് തോന്നില്ല. ഞാൻ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരാളാണ്, എന്നെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അതെൻ്റെ ശരിയോ നല്ലതോ മോശമോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്നുവെച്ചാൽ എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ലുക്ക് ഇൻ വൈബ്, അഭിരാമി അങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവമാണുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഞാൻ മാരേജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. തിരിച്ചു ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു സംഭവത്തിലേക്ക് എത്താൻ പാകത്തിനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ചെയ്യണം, എൻ്റെ ഫാമിലിയുടെ ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ചെയ്യണം. ഞാൻ കല്യാണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് പ്രഷറൊക്കെ ഉള്ള സിറ്റുവേഷനിൽ എടുക്കേണ്ട ഒരു ഡിസിഷനല്ല. ആൻഡ് ഈ പറഞ്ഞോട്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞില്ല, വളരെ ചെറുതിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അതിലെനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്നുവെച്ചാൽ പിന്നെ എൻ്റെ അമ്മയൊക്കെ ഓൾറെഡി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആണ് ഈ ഒരു സംഭവത്തിൽ. അപ്പം ഞാനായിട്ട് കൊണ്ടുവരുന്ന ഒരാൾ, അത് പ്രേമിച്ചാണെങ്കിലും അല്ലാതെ ആണെങ്കിലും, എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു വലിയ ഇതായിരിക്കും. പക്ഷേ അത് എന്തെങ്കിലും ഒരു പ്രശ്നം അതിനകത്ത് വന്ന് ഞാൻ അത് കടിച്ചു പോയി ഒരിക്കലും നിൽക്കില്ല. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആർക്കും സെറ്റ് ചെയ്യില്ല. അത് കാരണം എന്നെ തെറ്റായി ചിത്രീകരിച്ചാലും ഇല്ലെങ്കിലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി ഇത്രയും ഇഷ്യൂസൊക്കെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും അറിയുന്നത് തന്നെയാണ്. ഉള്ളതൊക്കെ കൊണ്ട് എൻ്റെ കല്യാണം എന്ന് പറയുന്നത് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു സാധനമായിരിക്കും. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, കണ്ടോ അഭിരാമിയുടെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ, ഞാൻ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആണ് ആ ടോപ്പിക്കിൽ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ there's a lot of trauma revolving around this whole marriage thing. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നല്ല രീതിക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി, നല്ല രീതിക്ക് സോളിഡ്ലി ഫിനാൻഷ്യലി സ്റ്റേബിളായി എൻ്റെ കരിയർ, എൻ്റെ ഡ്രീംസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഞാൻ ആ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. കണ്ടോ, ഈ ഒരു ടോപ്പിക്കൊന്നും നമുക്ക് സംസാരിച്ചു പോകും, പേടിയുണ്ട്, വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ ദാറ്റ് കേട്ടോ, ഫസീല KK. നെക്സ്റ്റ്, ഷൂട്ടിങ് എനിത്തിങ് ഇസ് നോട്ട് റൈറ്റ്. ഷൂട്ട് എനിത്തിങ് ഇസ് നോട്ട് റൈറ്റ് സുന്ദരിക്കുട്ടി. ഷൂട്ട് എനിത്തിങ്, എന്ത് വേണേലും ഷൂട്ട് ചെയ്തോന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട്
ജലേഖ, ഞാൻ ആ ചേച്ചിയുടെ കോമെന്റ്സിന് മുമ്പും കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചിയാണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. നല്ലതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാം, ബിക്കോസ് ആ പേര് ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് എനിക്ക് നല്ല നല്ല കോമെന്റ്സ് ഇട്ടിട്ടുള്ള ഒരാളാണ്, എനിക്കത് പെട്ടെന്ന് വായിച്ചപ്പോൾ മനസ്സിലായില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്രയും കാലത്തെ ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും അവസാനം ആകാനായി തോന്നുന്നു. നിങ്ങൾ ആദ്യം ഇഷ്ടമല്ലായിരുന്നു, അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ പബ്ലിക്കിൽ അങ്ങനെയാണല്ലോ ആക്കിയത്. ബട്ട് അത് മാറിയിട്ട് കുറേ ആയി. ഇനി മുന്നോട്ട് നന്നായി ജീവിക്കണം. വി സപ്പോർട്ട് പാപ്പു അമ്മു ഡോക്ടർ. ഹരിപ്രിയ ശ്രീകുട്ടി. ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അമൃത ചേച്ചിക്കാണ്, പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ചേച്ചിക്കാണ് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബട്ട് ആസ് എ ഫാമിലി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എന്നെ കൊണ്ട് ലീഗലി ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ ഫാമിലിയിൽ വേറെ ആൾ വന്നത് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലീഗൽ ആസ്പെക്റ്റിൽ അത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ആക്കിയെടുക്കാം ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക്, മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ലിമിറ്റേഷൻസ് നമ്മുടെ ഫാമിലിക്ക് എൻറ്റയർലി ഉണ്ട്. അത് വളരെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം അതായിരിക്കും കേട്ടോ. വെരി ക്ലെവർ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ആദ്യം തന്നെ അപ്പുറത്താളുടെ വാടപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കിടന്ന് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ നിയമത്തിനെ പേടി ഉണ്ടാവില്ല, പക്ഷെ സാധാരണക്കാരായി ജനിച്ചു വന്ന ആൾക്കാർക്ക് അത്ര വലിയ ഹോൾഡും അത്ര വലിയ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നിയമത്തിന് പേടിയുണ്ടാവും. അപ്പം പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന നിയമത്തിലുള്ള ചില വ്യവസ്ഥകൾ നമുക്ക് മുമ്പത്തെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല സിറ്റുവേഷൻസിലും നമുക്ക് മിണ്ടാതിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത് എന്താ പറയുക, പിന്നെയും ഈ കേസ് ഓപ്പൺ ആവുക, പിന്നെ ഇതിൻ്റെ പുറകെ ഓടുക, കുഞ്ഞിനെ അതിനകത്തേക്ക് ഇതൊക്കെയായിരുന്നു നമ്മൾ പിന്നീട് ഫേസ് ചെയ്യാൻ അതിനെ സ്റ്റേക്ക് ചെയ്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചേച്ചി വളരെ കൺസിഡറേറ്റ് ആയിരുന്നു. അത് മേ ബി പുള്ളിക്കാരുടെ ഫസ്റ്റ് മാരേജ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടൊക്കെ ആയിരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം എപ്പോഴും ഞങ്ങളടുത്ത് പറയുന്നൊരു കാര്യമാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ മിണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിലും മിണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 1-2-3 കേസ് നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം ചേച്ചി വന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ വന്ന് സംസാരിച്ചത്. എനിക്ക് പക്ഷെ പല കാര്യങ്ങളും എനിക്ക് പറയണമെന്ന് തോന്നാറുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നല്ലോണം കാണുന്നുണ്ട്. എവറി ഡേ കീപ്പിംഗ് എ keen tab on, keen check on things. But unfortunately we are not in a position to talk or anything. But ഞാൻ എപ്പോഴും പറയുന്ന പോലെ സത്യം എന്ന് പറയുന്ന സാധനം പയ്യെ അത് സമയം എടുത്താണെങ്കിലും അത് റിവീൽ ആവും. അതിൻ്റെതായ ഒരു സമയം കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമല്ലാത്തതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. അടുത്തത് ഷൈജ അബ്ബാസ്. ഒത്തിരി ഇഷ്ടം. എൻ്റെ മകൾക്ക് മാതൃകയായി കൊടുക്കുന്ന ഒരു മകൾ അഭിരാമി. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു ആൻഡ് യുവർ ഫാമിലി. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം. നമ്മൾ ഇതിനകത്തൊക്കെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡീപ് ഡൗൺ ദർ നമ്മൾ നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിയെന്ന് തോന്നിപ്പിച്ച് തന്നതിൽ താങ്ക് യു സോ മച്ച്. അടുത്തത് ആമി ബീന പ്രദീപ്. അമൃത ചേച്ചിക്കും ബാപ്പുനും സുഖല്ലേ? ആമി ഒരുപാട് ഇഷ്ടം. സുഖമായിട്ടിരിക്കുന്നു. അംബ്ലി രാജ് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കൊടൈക്കനാലൊക്കെ പോയി വന്നതിൻ്റെ ഒരു വ്ളോഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവരുടെയും ഇതൊക്കെ കാണാം. ഞാൻ എൻ്റെ വേറൊരു ചെറിയൊരു വെർട്ടിക്കൽ വേർഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുന്നു. ലൈഫുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഡൂയിങ് ഗുഡ് ഓൾ ടുഗെദർ. നന്നായി തന്നെ ഇരിക്കുന്നു. ഞാൻ വളരെ കാഷ്വലായിട്ടിരുന്ന് വീട്ടിലിരുന്ന് ചുമ്മാ ഇരുന്നപ്പം എന്നാൽ പിന്നെ ക്യൂനെ അങ്ങ് ചെയ്ത് കളയാന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. എനിവേസ്, അടുത്തത് ഇറ്റ്സ് മീ കിറ്റി. ചേച്ചി ലവ് യു സോ മച്ച്. അമൃത ചേച്ചിയോടും ബാപ്പനോടും ഗ്രാൻഡ്മയോടും പറയണം എപ്പോഴും ഹാപ്പി ആയിരിക്കണം എല്ലാവരും. താങ്ക് യു സോ മച്ച് കിറ്റി. തിരിച്ചും അത്ര തന്നെ പറയാനുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക. ശ്രീമേഘ, വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ഡിന്നർ ടുഡേ? ഇന്ന് ഡിന്നർ കഴിച്ചിട്ടില്ല. ഇന്നൊന്നും കഴിക്കില്ല. ഇന്നലെ കഴിച്ചത് അമ്മയുടെ ചോറായിരുന്നു. അമ്മ ചോറും ഞങ്ങൾ കുറച്ചൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറും മീൻകറിയും ചിക്കൻ കറിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ലഞ്ചും ഡിന്നറും അത് തന്നെ ഇന്നലെ ഇച്ചിരി കഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ കുറേ കഴിക്കുന്ന ആളല്ല, ഇച്ചിരി കഴിക്കുള്ളൂ. ക്വാണ്ടിറ്റിയാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു കൺട്രോൾ ഫാക്ടർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിങ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1-2 വർഷമൊന്നുമല്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങളെ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച് ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു
ഏറ്റവും അറ്റത്താണ് സഹികെട്ടാണ് ചേച്ചി പോയി ഒരു കേസ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ലീഗൽ ഇതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആ അറ്റാക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു നേരിട്ടെൻ്റെ ചേച്ചി അനുഭവിച്ചതും ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ പേരുണ്ട്. പക്ഷെ അത് വന്ന് സംസാരിക്കാനുള്ള ഒരു പ്രോബബ്ലി ഒരു ടൈം ആയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്തുള്ള ഇവരുടെ ഒരു കോംപ്രമൈസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൗ ബ്രീച്ച്ഡ് എന്ന് പറയുന്ന ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എന്താ പറയുക, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിപ്പോഴും വാലിഡായി നിൽക്കുന്ന ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല ആസ് ഓഫ് നൗ. ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി വന്ന് സംസാരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുന്നത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഇനി അപ്രണ്ട് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇൻ ദ സീൻ എലിസബത്തിനെ കിട്ടുന്ന ഒരു സപ്പോർട്ടും നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അതെന്ത് നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കാം എന്ന് ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്. വിക്ടിം കാർഡല്ല അത്. വിക്ടിം എന്ന് പറയുന്നത് ആൾ എന്നൊരു വിക്ടിമാണ്. അന്ന് ഓരോ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിനെ കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു ഇത് എക്സ്റ്റെൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ പോയൊരു സംഭവമായിരുന്നു അത്. പക്ഷെ പറഞ്ഞ കൂട്ട് അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പം എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു പരിധി വിട്ടൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല. ഇപ്പം രണ്ടാമതും ആ കേസും കൂടെ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു നമുക്ക് നിയമത്തിന് ഒരു ഇതുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടും. വിച്ച് ഇസ് വാട്ട് ഐ സജസ്റ്റ് ഇവൻ എലിസബത്ത് ടു ഡു. ബിക്കോസ് നമ്മൾ അതിൻ്റെ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്ത് സത്യമാണെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ഫൈനലിനകത്തേക്ക് എത്തും. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇപ്പോഴാണെങ്കിൽ ഞാൻ കിടന്ന് ബബ്ബ പറയുന്നതിൻ്റെ റീസൺ തന്നെ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ കേസിനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞേനെ. അല്ലെങ്കിൽ ഇത് പ്രോബബ്ലി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയാം. കാരണം അത്രമാത്രം ഉണ്ട് ആ ഒരു എൻറ്റയർ ട്രോമാറ്റിക് സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ്. അത് പറയുമ്പോൾ തന്നെ പേടിയാവും. ഒരുപാട് കാലത്ത് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇതുകളും ഉണ്ട്. പക്ഷെ എൻ്റെ ചേച്ചീനെ ഈ പറഞ്ഞ പോലെ അടുത്തൊരു റിലേഷൻഷിപ്പിനകത്ത് എല്ലാവരും നമ്മുടെ നാടായതുകൊണ്ട് മോറലി അടിച്ചൊതുക്കി. പക്ഷെ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ റീസൺ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്തു എന്ന് പച്ചയ്ക്ക് കാണിക്കുന്ന ഒരു ഗട്ട്സ് ഉണ്ട് അവർക്ക്. അത് പിന്നീട് തെറ്റാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഒരു നല്ലൊരാളുടെ ലക്ഷണം. അല്ലാതെ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് വരുത്തി തീർത്ത് ഒരു മുഖം മൂടിയിട്ട് വേറൊരാളായി ജീവിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയുടെ കേസിൽ അവർ ഒളിഞ്ഞു മറിഞ്ഞിരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ ജെന്യുവനായിട്ട് നിന്നു. അവർ ഓപ്പണായിട്ട് അവരുടെ കാര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ, കാരണം അവർ ഡിവോഴ്സ് ആയിട്ട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് റിലേഷൻഷിപ്പിൽ തന്നെ ആയത്. അത് ഈ പറയുന്ന കൂട്ട് ആൾക്കാർക്ക് അതൊരു ചിരിക്കുള്ള ഒരു വകുപ്പാക്കി എടുത്തത് ഒക്കെയും ഈ പ്രോപ്പർ ആയിട്ടുള്ള PR വർക്കും പിന്നെ ആ സമയത്ത് നടന്ന പ്രസ് മീറ്റും ബഹളങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ 1% മാത്രമാണ്. അപ്പോൾ ഒരുപാട് വർഷത്തിൽ നമുക്ക് പറയാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറയാൻ വേറെ കാര്യം ചേച്ചിയുടെ ലൈഫാണ്. അതിനകത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ തന്നെ ചേച്ചിയുടെ പല സാഹചര്യങ്ങളും ചേച്ചിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സൈബർ സ്പേസിൽ ഹെയ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിനെ കേസിനും എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിനി ഞാൻ കാരണം എൻ്റെ ഫാമിലിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ഈ സിറ്റുവേഷനിലൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പ്രോബബ്ലി എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. അത് ഒരുപാടുണ്ട് എനിക്കാണെങ്കിലും പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലെറ്റ് ഇറ്റ് ബി ദർ. But thank you so much, Matthew George, for acknowledging the fact that our family has been through a lot. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന് ഡെഫിനറ്റ്ലി എലിസബത്തിനോട് വലിയ താങ്ക് യു പറയണം. കാരണം നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മൾ ഒരുപാട് കാലം ഇതിനകത്ത് മീഡിയ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്ത് പാട്ടാണെങ്കിലും വ്ളോഗിങ് ആണെങ്കിലും ഒക്കെയും ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തൊരു സപ്പോർട്ട് എലിസബത്തിന് കിട്ടുന്നുണ്ട്. അത് ഒരു വലിയ ഭാഗ്യമാണ്. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് പലർക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അതിനെനിക്ക് എപ്പോഴും താങ്ക്സ് തന്നെ പറയണം. ആൻഡ് അവരോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്, നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം നിങ്ങൾ നിയമത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അന്നത്തെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്രോച്ചിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. പ്രോപ്പറായിട്ട് ലീഗൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള പോലീസ് ആണെങ്കിലും എല്ലാ കമ്മീഷൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ആൻഡ് പ്ലീസ് ട്രൈ ടു ബി സേഫ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു വലിയ സൈക്കിളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ആൻഡ് അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ തമ്മിലുള്ളൊരു ബന്ധമില്ലെങ്കിൽ പോലും ഓൾ ഐ വുഡ് ലൈക്ക് ടു സേ, അത് എലിസബത്ത് എന്നല്ല ആരോടാണെങ്കിലും, എന്ത് പേഴ്സണൽ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും
സീക്ക് നിയമപരമായ ഹെൽപ്പ് കേട്ടോ. അത് ഒരു പോയിന്റ് കഴിയുമ്പം നമുക്ക് അത് വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്. എനിവേസ് താങ്ക് യു. പിന്നെ അടുത്തത് ദ സ്റ്റഡി ടൈംസ്. Hi Abhi, from the very beginning onwards, I was with Amrita Chechi said that I felt like she went through a lot. Even though the people around me were saying you guys are so arrogant and selfish running for money. From that Vedanik and the Godishwaran, still those people in their 40s and 50s, including the ones in my family who once loved that vintage celebrities, unaware of those real truths spilling by Dr. Elizabeth Amrita, have the legal obligations for not exposing the real colors of that proclaimed celebrity who is having bodyguards. എന്നാൽ ഇത്രയും കാലം മലയാളസിനെ വെറും പൊട്ടന്മാരാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അബിക്ക് ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നുമില്ലല്ലോ. ഡോക്ടർ എലിസബത്തിനെ അവർ ഒരു സൈക്കിക് പേഷ്യൻ്റായി പോർട്രേ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനും പാസ്റ്റ് മാരേജ് വെച്ച് ക്യാരക്ടർ അസാസിനേഷൻ ഡ്രാമ നടത്തുന്നതിലും ഒക്കെ ദാറ്റ് സെലിബ്രിറ്റിയുടെ ഇപ്പോഴത്തെ എയിം. അബിക്ക് അറിയാവുന്നത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത് അമൃത ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല, ഇറ്റ്സ് ഫോർ ഡോക്ടർ എലിസബത്ത്. It's for Dr. Elizabeth, thereby for this whole women out there. പാപ്പ മോളുടെ ബയോളജിക്കൽ ഫാദർ ആണെന്നുള്ള കൺസിഡറേഷൻ പുള്ളി അർഹിക്കുന്നില്ല ഡൂഡ്. പാപ്പ ഒരിക്കലും അങ്ങനെ എക്സ്പോസ് ചെയ്തതിലൊരു കാലത്തും നിങ്ങളോട് സംസാരിക്കില്ല. You guys raised her with values and affection. She's already a very matured girl than her age, and I wish let her childhood be continued with her cuteness. And as once Amrita Chechi said, കൊച്ചിനെ വേഗം തന്നെ ഡിസ്നിലാൻഡിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പറഞ്ഞു വന്നപ്പോൾ ആയി ആദ്യമായിട്ട് യൂട്യൂബിലൊക്കെ കമന്റ് ഇടുന്നത്, അതായത് ഉത്തമ മൈ ഡിയർ അബി ഡോക്ടർ എലിസബത്തിനേക്കാളും അമൃത ചേച്ചിക്ക് പറയാനുണ്ടാവും. ചേച്ചിയേക്കാൾ നൈസായിട്ട് അബിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും. പുള്ളി ഒരു സ്റ്റാൻഡേർഡ് വിട്ട് പറയൂല. അബി ആ വൈബിന് അങ്ങ് പ്രസന്റ് ചെയ്യും. സീരിയസ്ലി ഐ തിങ്ക് യുവർ മോറൽ റെസ്പോൺസിബിലിറ്റി മാൻ. ബൈ ദ ബൈ, ലവ് യു ചക്രമ്മ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കൂടെ നമ്മൾ ഉണ്ടാവുന്ന വിചാരിക്കുന്ന ആൾക്കാർ നമ്മളെ പുറകിൽ നിന്ന് സ്റ്റാബ് ചെയ്യുന്ന സമയത്ത് ചില ഇങ്ങനത്തെ കോമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായൊരു ഇതുണ്ട്. നമ്മുടെ നല്ല റിലേഷൻഷിപ്പിനെ തമ്മിൽ തല്ലിക്കാനും അതിനകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയും ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് പലപ്പോഴും അവരുടെ ഒരു സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ബട്ട് അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അതൊരു ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലീഗൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാനും പെടും. കാരണം ഇതിങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആ അഗ്രിമെന്റിൽ പറയുന്ന ഒരു കാര്യം ബ്രീച്ച് ആവുകയാണ്. അപ്പം അതിനകത്ത് എനിക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സംസാരിക്കാൻ. ആൻഡ് ഇവരുടെ ഇപ്പം ചേച്ചിയും എലിസബത്തും പണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പം ടച്ചിലല്ല ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവർ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അത് ഈ പറഞ്ഞ കൂട്ട് എലിസബത്തായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് അതിൻ്റെ ഒരു ശരി. ആൻഡ് ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. എനിക്ക് ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നേ ഇല്ല. ഷീ ഈസ് വെരി ബോൾഡ്. ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടതെന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പം പുള്ളിക്കാരത്തിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം നിയമത്തിൽ പുള്ളിക്കാരത്തേക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ബട്ട് അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് അതിൻ്റെതായ ഒരു രീതിയിൽ കൂടെ അത് പെർസ്യൂ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് അമൃത ചേച്ചിയുടെ കേസിൽ എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉള്ളിടത്ത് ചേച്ചിയുടെ അനിയത്തിക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവമല്ല. അതിന് നമുക്ക് ലീഗലി ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അവര് ഈ പറഞ്ഞ കൂട്ട് പ്ലാൻഡ് ആയിട്ട് ഇതിനെങ്ങനെ ആക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതാണ് എലിസബത്ത് അനുഭവിച്ചതെന്നുള്ളത് പലർക്കും മനസ്സിലാണെങ്കിൽ യു ഷുഡ് ഇമാജിൻ അത്രയും വർഷം നമ്മുടെ ഫാമിലി പറയാതെ മിണ്ടാതെ പേടിച്ച് സഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ വീട്ടുകാരുടെ കേസിന് അത് എഫക്റ്റ് ചെയ്യരുതെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ഈ പറഞ്ഞ ആസ് യു സെഡ് എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ഇതിനു വേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതിന് നിയമപരമായിട്ടുള്ള ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ആ വശം ഓവറോൾ ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ്റെ കൺമുമ്പിൽ കാണുന്ന എൻ്റെ ചേച്ചിയും എൻ്റെ പാപ്പവും എൻ്റെ അമ്മയും അവർക്ക് കിട്ടേണ്ട ഒരു ജസ്റ്റിസ് കിട്ടില്ല. മനസ്സിലായി? അപ്പം പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പൈസയ്ക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള കഥ പിന്നെയും തുടങ്ങും. അപ്പം ഇനിയും ഈ ഒരു സ്ഥാനത്തിൽ പിന്നെയും ഡ്രാഗ്ഡ്. ഇപ്പം എലിസബത്ത് ബോൾഡ് ആയിട്ടല്ല ഇത് ഫൈറ്റ് ചെയ്യുന്നത്, അവർ ഭയങ്കര വീക്കായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പറയാം. ബട്ട് ഷീ ഈസ് വെരി സ്ട്രോങ്. പുള്ളിക്കാരത്തി ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആയിട്ട് നല്ല സപ്പോർട്ടോട് കൂടെ പുള്ളിക്കാരി ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പം ആൻഡ് ഞങ്ങളെക്കാളും വളരെ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടാത്ത സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഷീസ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ സംസാരിക്കും. എൻ്റെ ചേച്ചി ഇനി വന്ന് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അപ്പോഴത്തേക്കും പിന്നെയും പുട്ടിൻ്റെ കൂടെ പീരാന്ന് പറയുന്ന പോലെ മറ്റേ അൺവാണ്ടഡ് ആയിട്ട് ടോപ്പിക്സ് ആൾക്കാരിട്ട് വെറുതെ അതിനകത്തേക്ക് പോകണമല്ലോ. എൻ്റെ ചേച്ചിയുടെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 വട്ടം കം ആൻഡ് അഡ്രസ് ദ സിറ്റുവേഷൻ. ഒരു ലോയേഴ്സിൻ്റെ കൂടെയുള്ളൊരു ഇൻസിഡൻറ്റ്, പിന്നെ പാപ്പുവിൻ്റെ വീഡിയോന് ശേഷം വന്നൊരു സംഭവം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ അവർക്ക് പറയാനുള്ളത്. പിന്നെ അമൃതേച്ചിക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആവും. അപ്പം
അവരുടെ സംസാര രീതികളൊക്കെ നമുക്ക് ഒട്ടും അത് എന്താ പറയുക, ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട് ചേച്ചി ഇത് പറയുമ്പോഴത്തേക്കും ചേച്ചി പറയുന്ന ആൾക്ക് മനസ്സിലാവില്ല, ഒരാൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ ഒരു ടോപ്പിക്ക് ചേച്ചി സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ അതൊരു ട്രോമ റീവിസിറ്റ് പരിപാടിയാണല്ലോ. ഇത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഹണിമൂൺ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഭയങ്കര ഡാർക്കാണ്. അതിപ്പം എലിസബത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് ഭയങ്കര ബന്ധവുമുണ്ട് കേട്ടോ. അവർക്ക് വളരെ സിമിലർ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഇത് അവർ പറയേണ്ട കാര്യങ്ങളാണ്. എലിസബത്തിന്റെ കേസ് എലിസബത്ത് സംസാരിച്ചു, അവർക്ക് ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല, അതുകൊണ്ട് ഷീസ് നൗ ടോക്കിംഗ് ആൻഡ് ഷീസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേരളം ഫുൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ കേസ് ചേച്ചി ഇനി വന്ന് സംസാരിച്ചാൽ ആ ഭാര്യമാര് ചേർന്ന് പണിയുവാണെന്നൊക്കെയുള്ള ആംഗിളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. വെറുതെ എന്തിനാണ് നമ്മൾ അവരും നമ്മളൊരു ബന്ധം പോലും ഇല്ല ഇപ്പം. ആൻഡ് ഷീസ് ഡൂയിങ് തിങ്സ് ദ റൈറ്റ് വേ, in the right tone, in a way everybody can understand. വെറുതെ അമൃത ചേച്ചി ഇപ്പോൾ ലീഗലി ഓൾറെഡി ഒരു കേസിലുണ്ട്, ഇനി ഞാൻ വന്നിനകത്ത് സംസാരിച്ച് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്ക് ഇനി ഒരു പ്രശ്നം. ഓൾറെഡി നമ്മളിതിപ്പം എലിസബത്തിന്റെ കേസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിത്ത് പ്രൂവ് അറിയാം. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കേസിനകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ വന്ന് സംസാരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാനുള്ളൊരു ഹെൽത്ത് എൻ്റെ അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ ആ കേസിനെ ഒരു രീതിയിലും നശിപ്പിക്കാൻ ഒരു റീസൺ ഞാൻ ആവരുതെന്നുള്ള ഒരൊറ്റ റീസൺ കാരണമാണ് ആ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഫാമിലിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും മുറിയായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. അതാണ് സംഭവം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയും എൻ്റെ ചേച്ചിയുടെ അഗേൻസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമ്പയിനോ ഒക്കെ ഏതെങ്കിലും ഒരു കാലത്ത് വരികയാണെങ്കിൽ മനസ്സിലായോ, ഐ വിൽ വോയിസ് ഫോർ ഹർ ഇഫ് ഷീ കാണ്ട്. അനദർ എൻറ്റയർലി ന്യൂ സിനാരിയോ ആയിരിക്കാം. അപ്പം അന്ന് ഈ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പം എലിസബത്തിന് വേണ്ടി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് വെരി വെൽ. അതിൻ്റെ ഒരു റിസൾട്ടാണ് കേരളം എമ്പാടും വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഷീ ഡിസേർവ്സ് ഇറ്റ്. എൻ്റെ ചേച്ചിയമ്മ ഡിസേർവ് ചെയ്തിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത് ഞാൻ വന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ചേച്ചിയാണെങ്കിലും പാപ്പമാണെങ്കിലും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സത്യങ്ങൾ എത്ര കാലം എങ്ങനെയൊക്കെ മൂടി വെച്ചാലും ഒരു പോയിന്റിൽ അത് പുറത്തു വരും. അതാണ് അതിൻ്റെ ഒരു കാർമിക് സൈക്കിൾ. അതിപ്പം നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും അത് പുറത്തു വരും. അത് എന്നിലൂടെ ആയിരിക്കില്ല നീതി നടപ്പാവുക, മറ്റൊരാളിലൂടെ ആയിരിക്കും നീതി നടപ്പാവുക, പക്ഷെ നീതി നടപ്പാവും. കാരണം അതാണ് നേച്ചറിൻ്റെ ഒരു ലോ. ഇപ്പം ഇപ്പോഴാണെങ്കിലും ഒരിടത്തും ഈ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ബട്ട് അതിനിനിയും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള, കാരണം ഇറ്റ്സ് ലൈക്ക് എ മൂവി റൈറ്റ്. ഇതൊരു നെവർ എൻഡിങ് ഒരു സിനിമ രീതിയിലാണ് പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആയിപ്പോയത്. ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാവരുടെയും, മനസ്സിലായി, ഞാൻ ഒരാളെ രണ്ടാളെയോ അല്ല പറയുന്നത്, എല്ലാവരുടെയും. അത് അപ്പം ഇതിനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ അതിനകത്തുള്ള സമയത്ത് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഒരു ദിവസം ഓരോ ന്യൂസ് കാണുക, ഇങ്ങനെ ഇതൊക്കെ എപ്പോന്ന് ചിന്തിച്ചിരുന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പം അതുകൊണ്ട് എന്തൊക്കെ ട്വിസ്റ്റാണ് ഇനി വരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. ബട്ട് ആസ് ഐ സെഡ്, ഈ കാര്യത്തിൽ എൻ്റെ ഫാമിലിക്ക് തന്നെ ഒരുപാട് ഒബ്ലിഗേഷൻ ഉണ്ട്. വി കാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എലിസബത്ത് വളരെ ബോൾഡായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗലിയും കൂടെ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബിക്കോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറയുന്ന ഒരാൾ എക്സ്പോസ്ഡ് ആവും എന്നുള്ളതല്ലാതെ നമുക്കതിനൊരു ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഇത് നമുക്ക് ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടണം എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ പറഞ്ഞില്ലേ, ഈ ടോപ്പിക്കൊന്നും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ദി സ്റ്റഡി ടൈംസ്, താങ്ക് യു സോ മച്ച്. ഒറിജിനൽ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് താങ്ക് യു സോ മച്ച്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു സാഹചര്യം അങ്ങനെയല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റെസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ഇതിനകത്തേക്ക് പോവാം. അശ്വതി ഏജ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഐ വോണ്ട് ഗെറ്റ് എൻ്റെ കരിയറിലും എൻ്റെ ഫിനാൻഷ്യൽ, എൻ്റെ ബാങ്ക് ബാലൻസും ഒക്കെ ഒന്ന് ശരിയാക്കണം. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് നമ്മൾ ഇപ്പം നിൽക്കുന്ന നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള ഒരു ലോകം എന്ന് പറയുന്നത് മണി ടോക്സ് ബിഗ് ലൗഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ അബണ്ടൻസ് ഓഫ് മണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ലോകത്ത് സർവൈവ് അല്ല ജീവിക്കാൻ പറ്റുക. അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ, അത് ലീഗലി ആയിക്കോട്ടെ, ഒരു നമുക്ക് വേണ്ട ലെഷർ അഫോർഡ് ചെയ്യാൻ പറ്റാനായിക്കോട്ടെ, ഒരു വീട് വെക്കാൻ, പണ്ടത്തെ വിലയൊന്നും അല്ല നമ്മുടെ സ്ഥലത്തിനൊന്നും ഇപ്പോൾ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് മേക്കിംഗ് മണി എന്ന് പറയുന്നത് തന്നെയാണ് പ്രയോറിറ്റി ആവേണ്ടത്. ഞാൻ പണ്ട് കാലത്ത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നത്, പൈസ അല്ല മുഖ്യം. എന്ത് പൈസ അല്ല മുഖ്യം? ഇന്ന് പൈസ ഇല്ലാത്ത പെൺകുട്ടികൾ ഓരോ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ പെയിൻ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഈ ഒരു കാര്യം, പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു പെണ്ണിന്റെ ആംഗിൾ മാത്രമാണ് കേട്ടോ സംസാരിക്കുക. ബിക്കോസ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ഒട്ടും ഒരു പുരുഷ വിരോധി ആളല്ല. എനിക്ക് ആ ലുക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ബട്ട്
പെൺകുട്ടികൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ കൂടെ ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൺകുട്ടികൾക്ക് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും. പക്ഷെ പെൺകുട്ടികളുടെ അങ്ങനെ ഒരു എങ്ങനെയാണെങ്കിലും എന്നുള്ള പരിപാടി ഒന്നും ഇനി അങ്ങോട്ട് നടക്കില്ല. സോ എല്ലാവരും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ കരിയർ, അവരുടെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. ഇത് തന്നെയാണ് എൻ്റെയും ഫോക്കസ്. അതൊന്ന് സോർട്ട് ആയി കഴിഞ്ഞാൽ പകുതി ലൈഫിലെ പ്രശ്നങ്ങൾ മാറുന്നേ. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ടൊരു ട്രിപ്പ് പോകണമെങ്കിൽ വേണം കയ്യിൽ പൈസ, മനസ്സിലായോ? അപ്പം അത് മണി മൈൻഡഡ് എന്ന് പറയാം. ഐ എം മണി മൈൻഡഡ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആരുടെയും പൈസ തട്ടിയെടുക്കുന്ന പരിപാടിയല്ല. ഞാൻ കഷ്ടപ്പെട്ട് ഐ വിൽ മേക്ക് മണി. കാരണം വെല്ലോൻ്റെയും പൈസ വെച്ച് തിന്നുമ്പോൾ നമുക്കതങ്ങ് ഇറങ്ങില്ല, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് ഇതുവരെ നിന്നിട്ടില്ല, ഇനി അങ്ങോട്ട് നിൽക്കുമില്ല. ബട്ട് എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് കഷ്ടപ്പെട്ട് ഐ വിൽ ഏൺ എൻ്റെ ഹാർഡ് വർക്കോടുകൂടെ. അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും അത് തന്നെയായിരിക്കണം ഓരോരുത്തരെയും മൈൻഡ് സെറ്റ് ബിഫോർ ഗോയിങ് ഇൻ ടു മാരേജ് പോലത്തെ പരിപാടികൾ എന്നുള്ളത് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു രോക്ഷം കൊള്ളുക. അപ്പം ഇതാണ് കേട്ടോ ഫ്യൂച്ചർ പ്ലാൻസ്. പിന്നെ പിന്നെ ഉണ്ട്. അഭിമാനം ഹാപ്പിയല്ല, ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഗോഡ്സ് ഗ്രേസ് നന്നായിരിക്കണം. ദീപ്തി, വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ ചെയ്ത് ഞാൻ മെലിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞൊരു കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഈ കൊടൈക്കനാലൊക്കെ പോയില്ലേ, അപ്പം അതിനുശേഷം കുറച്ച് തടി കൂടിയിട്ടുണ്ട്. അപ്പം അതിനി കുറയ്ക്കണം. ഇപ്പം ഇനിയൊരു 10 കിലോസ് കുറയ്ക്കണം. ഞാൻ ഇങ്ങനെ ആവാനുള്ളതാണ് പ്ലാൻ. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങോട്ട് ആവുന്നില്ല, എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്, എത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആകെ വന്നിട്ടുള്ളൂ നമ്മുടെ Q&Aയിൽ. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും സത്യമേവ ജയത്തെ എന്ന് പറയുന്ന പോലെ സത്യങ്ങൾ ജയിക്കട്ടെ, അത്രമാത്രമേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും തിരിച്ചും നിങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓരോ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ എൻ്റെ വർക്ക് സീൻസിലൊക്കെ ഭയങ്കര പ്രശ്നത്തിലിരിക്കുക. അത് കൂടോത്രം വലിയ ഉള്ളോന്ന് അറിയില്ല. നമുക്ക് ശത്രുക്കൾ കുറേ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്നൊന്നും അറിയില്ല. ബട്ട് ഹാവ് എ ക്ലിയർ മൈൻഡ്, കീപ് ഗോയിങ്. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടി ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കാനും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും, കരഞ്ഞുകൊണ്ടാണെങ്കിലും ചിരിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും നമുക്ക് നാളെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് യുവർ ടൈം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. എല്ലാവരും എല്ലാ കാര്യങ്ങളും റെഡിയാവും. നമ്മളിങ്ങനെ വലിയ പടം പിടിച്ച് ഞാൻ നല്ലതാണ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ എത്ര ചെളി വാരി തേക്കാൻ നോക്കിയാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ആ നന്മ എല്ലാവരും തിരിച്ചറിയും, മനസ്സിലായോ? നമ്മുടെ ചില ലുക്കും നമ്മുടെ ചില സമയത്തെ പ്രതികരണങ്ങളും കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരിക്കാം. ഞാൻ പറയില്ല, അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എപ്പോഴും ലുക്സാണ്. നമ്മളൊരു പാവൻ ലുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഗെയിം സെറ്റാണ്. പക്ഷെ ഇപ്പം എൻ്റെയൊക്കെ ലുക്കിലൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു ഇച്ചിരി കൺസെൻട്രേഷനൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ പറയില്ലേ, മുടിയൊക്കെ കളർ ബ്ലാക്ക് ഒക്കെ ആക്കി ചുരിദാറൊക്കെ ഇട്ട് വന്ന് വേണം നിൽക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പറയുന്ന പോലും ആൾക്കാർ എടുക്കില്ല. അതാണ് നമ്മുടെ സൊസൈറ്റി. അപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വെടുപ്പായി ചെയ്ത് ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡാണ് മുമ്പോട്ട് പോവുക. പിന്നെ ഇപ്പോൾ പിള്ളേരുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ വീഡിയോ ഒക്കെ ഏതെങ്കിലും ഒരു കുട്ടി കാണുന്നുണ്ടാവും എന്നുള്ളത്. ബിക്കോസ് ഇത് എൻ്റെ Q&A പിള്ളേർ കാണേണ്ട ടൈപ്പ് പരിപാടിയൊന്നും അല്ല. ബട്ട് എനി വിച്ച് വേ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രമേ. ഐ ഓൾവേസ് സേ ആമി.